ഇന്ന് ഞങ്ങൾ നയാഗ്ര ഓൺ ദി ലേക്കിൽ ആപ്പിൾ പിക്കിങ്, അതുപോലെ മുന്തിരി പിക്കിങ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഈ കണ്ടോ, ഇവിടെ ഒരു ആപ്പിൾ മരം കണ്ടോ, നിറയെ ആപ്പിളുകളാണ്. ഇവിടെ പല തരത്തിലുള്ള ആപ്പിളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നയാഗ്ര ഫാൾസിൻ്റെ ഏതാണ്ട് അടുത്തായിട്ടാണ് ഈ സ്ഥലം. കണ്ടോ, ഇതിപ്പോൾ നോക്കിയാൽ നിറയെ ആപ്പിളുകളാണ്. അടിപൊളി ആപ്പിളുകൾ കണ്ടോ. ഇതൊക്കെ ആപ്പിളുകളാണ്. ഇത് റെഡ്, അത് ഗ്രീൻ, അങ്ങനെ ഇത് ഈ നീണ്ട് മുഴുവൻ ആപ്പിളുകളാണ്. ഇത് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള റെഡ്, ഇത് ഗ്രീൻ. അടിപൊളി സ്റ്റൈലാണ് ഇതൊക്കെ നിൽക്കുന്നത്. കുഞ്ഞ് ആപ്പിൾ മരം, നിറയെ ആപ്പിള്. നമ്മൾ പണ്ട് പറയില്ല, അമ്പലം ചെറുത് പ്രത്യക്ഷം വലുതെന്ന് പറയില്ല, അതുപോലെ. ഇവിടെ ആപ്പിൾ മരത്തിൻ്റെ കടയ്ക്ക് ആപ്പിൾ വീണെടുക്കണ്ട. എല്ലാ മരത്തിൻ്റെ കടയ്ക്കും നിറയെ ആപ്പിളുകൾ വീണെടുക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ലൈനായിട്ടാണ് ആപ്പിൾ മരം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ മരങ്ങളുണ്ട്, പക്ഷെ നിറച്ച ആപ്പിൾ താഴെ കിടക്കണതാണ്. മരത്തിന്മേ ഉള്ളതിലും കൂടുതൽ താഴെ കാണാൻ സാധിക്കും. ഈ ആപ്പിളിൻ്റെ കളർ കണ്ട. നമ്മുടെ കൈ എത്തും, വളരെ താഴ്ത്താണ് ഈ ആപ്പിളുകളൊക്കെ കിടക്കുന്നത്. കാണുന്നുണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. നല്ല അടിപൊളി ആപ്പിളാണ്. ഇത് ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. നമ്മളിവിടെ ആപ്പിൾ പിക്കിങ്ങിനെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ആ പാത്രത്തിൽ നിറച്ച് ഇവിടെ ഞാൻ ഒരെണ്ണം പൊട്ടിക്കാൻ പോകും കേട്ടോ. കൊച്ചു മരങ്ങളുണ്ട് കണ്ടോ. പിങ്കി ഗ്രീൻ ആപ്പിൾ പൊട്ടിക്കണേ. ഈ ഗ്രീൻ ആപ്പിൾ മരത്തുമ്പോൾ എൻ്റെ ദൈവമേ എന്തോരം ആപ്പിളാ കൊല കുത്തിയിട്ട് ഉണ്ടായി. താഴത്തൊക്കെ കിടക്കണണ്ട, കൊല കുത്തിയിട്ടാണ് താഴത്തൊക്കെ ആപ്പിൾ ഉണ്ടായി കിടക്കണേ. എന്താ എനിക്ക് മനസ്സിലാവേണ്ട, ഇത്ര മാത്രം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാ. ആപ്പിൾ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ കൊല കുത്തി കിടക്കണതേ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ മുന്തിരി തോട്ടങ്ങളത് മുഴുവൻ. നിലത്ത് മുട്ടി കിടക്കണ ആപ്പിള്. എന്ത് ഭംഗിയാ നോക്കി. അങ്ങനെ അമ്മ ആപ്പിള് പറിക്കാമ്മ. ഞാൻ നേരത്തെ ഒരു ആപ്പിള് പറിച്ചതാണ്. ഒരു ആപ്പിളും കൂടി പറിക്കണേ. ഓ, ബാസ്കറ്റിലിട്ടോ. കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല, അത്ര അധികമാണ് എനിക്ക്. ഞാൻ ഇതുപോലെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. ഈ ആപ്പിളിൻ്റെ പേര് എംപയർ ആപ്പിൾ എന്നാണ്. നല്ല അടിപൊളി ആപ്പിളാണത്. കണ്ടോ, ഞാനൊരു 2 എംപയർ പൊട്ടിക്കട്ടെ. ഒരു കടി അടിച്ച് നോക്കിയോ, ട്രൈ ചെയ്ത് നോക്കിക്കോ. ട്രൈ ചെയ്തോട്ടെ. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ചെയ്യണം? ആണോ? എല്ലാവരും മാറി മാറി എടുക്കാം. പറിച്ചോ. ഇങ്ങനത്തെ കാണുമ്പോഴേ ഇതിലേതാ മൂത്തത് ഏതാ പറിച്ചത് അറിയില്ല. കുറച്ച് കിട്ടിയത് നിറച്ച ആപ്പിളാ. എൻ്റെ കൈ ഉണ്ടോ, നിറയെ ആപ്പിളാണ്. ഇത് ഗ്രീൻ ആപ്പിൾ കേട്ടോ. ഗ്രീൻ ആപ്പിളിന് മറ്റേ ആപ്പിളിൻ്റെ അത്രയ്ക്ക് മധുരമില്ല, പക്ഷെ ഷുഗറിന് നല്ലതായതുകൊണ്ട് ഞാൻ പൊട്ടിച്ചെടുക്കുന്നതാ. ബാഗ് വരട്ടെ, ബാഗ്. ജയ്സന്റെ കയ്യിലാണ് ബാഗ്. ആ ബാഗ് നമുക്ക് പൊട്ടിച്ചോണ്ട് എന്താ രസം നോക്കിയാണ് ആപ്പിളിങ്ങനെ ഉണ്ടായി. ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്നത് ഇതുപോലെ. ഇവിടെ ഉണ്ടോ ഗ്രീൻ ആപ്പിൾ. ഇവിടെ ഞാൻ ഒരു ആപ്പിൾ മരത്തിൻ്റെ കൊമ്പ് പിടിച്ച് വെക്കാണ്.
ഫാമിലി ഫോട്ടോ. അടിപൊളി. താങ്ക് യു. അതിൻ്റെ കളറ് റെഡാണ്. ഈ ആപ്പിൾ വേണ്ട. ഇതിൻ്റെ പേര് അവിടെ എവിടെയെങ്കിലും കാണും. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ 10-15 തരം ആപ്പിളുകളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായത്. അതൊന്നും എനിക്ക് പറയാനറിയില്ല. ഈ ആപ്പിളിന് പേര് എഴുതിയിരിക്കുന്നത് സ്പാർട്ടൻ എന്നാണ്. എന്താ ഞാൻ ജയ്സനും കൂടിയാണ് ഈ ആപ്പിൾ പറിക്കണത്. ഇത് ഗ്രീൻ ആപ്പിളാണ്. ഞാൻ ഇതുപോലെ കൊലകുത്തി ആപ്പിൾ ഉണ്ടായേക്കുന്ന ഒരു ഫാം ആദ്യമായിട്ട് കാണുന്നതാണ്. എന്താ പേര്? ഞാൻ കുനിച്ചുതരാം പറിച്ചു. ഇത് എന്താണ്? ബോസ്ക് പേർ. ബോസ്ക് എന്ന് പറഞ്ഞ പേരാണ്. അത് പറഞ്ഞ് പൊട്ടിക്കുന്നു. ഈ പേരെന്താണ്? ബാർട്ട്ലെറ്റ്. ബാർട്ട്? ഈ സ്പെല്ലിംഗ് ബാർട്ട്ലെറ്റ്. ബാർട്ട്ലെറ്റ്. ഇതിൻ്റെ അടിഭാഗത്തിൻ്റെ കളറുണ്ടോ? അതങ്ങനെ വരുന്ന പേര് അത് ഏത് പേരാണെന്ന് എഴുതിയിട്ടുണ്ടോ? ഇത് ബോസ്കാന്ന് തോന്നുന്നു. ബോസ്ക. എന്തേലും പേരൊന്നും ഉണ്ടായിരിക്കണേ. അത് തന്നെ ഉണ്ട്. ആ പേപ്പർ കാണും. ജോണ ഗോൾഡ് എന്നാണ് ഇതിൻ്റെ ടോന പേര്. ഗോൾഡ്. നല്ല ഗോൾഡ് കളർ. ടോന ഗോൾഡ്. ജോണ ഗോൾഡ് 2 പറിച്ചെടുക്കട്ടെ. ഇത് കളർ ഉണ്ടായില്ലേ? ജോണ ഗോൾഡ്. ചോന ഗോൾഡ്. ഇത് കണ്ടിട്ട് നല്ലതാന്ന് തോന്നുന്നല്ലേ? നല്ലൊരു കളറൊക്കെ ഉണ്ട്. സ്റ്റൈൽ വേണ്ടേ? This is beautiful Jona gold. So you're gonna pick more of Jona gold. വലുത് അതിൻ്റെ കിടക്കാൻ ഭാഗത്ത്. ആ അതോ അതിൻ്റെ അടുത്തോളം കൊടുത്തോ. This one? എനിക്കിതാ ഇഷ്ടപ്പെട്ടു. എനിക്കിത് നല്ല ഇഷ്ടമായി. Come അമ്മ മറിയേ. ഞാൻ ഇവിടെ വാ. കൈതും തീർത്ത് ഇഷ്ടം പോലെ ഉണ്ട്. വാ. ഇതിങ്ങനെ ഇങ്ങനെ വന്നൊന്നും എടുക്കല്ലേ. എടുത്തോ. നല്ല പഴുത്ത് നോക്കി എടുക്കുമ്പോ നല്ല നോക്കി പറിച്ചു. അമ്മ നോക്കി പറിക്കും. എനിക്ക് പറിക്കാൻ അറിയില്ല. നോക്കി പറിക്കേ. ഞാൻ ജോണ ഗോൾഡ് പറിക്കണേ. നല്ല സൈസുള്ള അടിപൊളി ജോണ ഗോൾഡ്. എൻ്റെ ജോണ ഗോൾഡേ അല്ല അതല്ല. അങ്ങനെ ജോണ ഗോൾഡ് കൈ നിറഞ്ഞു. ഒരു മിനിറ്റ്. ഞാൻ ജോന ഗോൾഡാ ഭംഗിയുള്ളത് കേട്ടോ. ഇതിങ്ങനെ അമ്മ ഒരു കാര്യം ചെയ്യും. ഈ കൊട്ടയോടെ പിടിക്കും. നല്ല രസമുണ്ട് ഫോട്ടോ എടുക്കാൻ. നമ്മ ജോന ഗോൾഡിന്റെ ഫാനായി. ഇത് പിടിച്ചോ. ഇത് പിടിച്ചിട്ട് ഇപ്പൊ നമ്മൾ ജോന ഗോൾഡ് മാത്രമേ പറിച്ചു. അങ്ങനെ ജോണ ഗോൾഡ് ആപ്പിളുകളായിട്ട് ഒരു കൊട്ട നിറഞ്ഞു. നമ്മുടെ ആപ്പിളിൻ്റെ പിക്കിങ് ഒരുവിധം അവസാനിക്കാറായി. അടിപൊളി ആപ്പിൾ കണ്ടത്. ഇതിൻ്റെ ആപ്പിളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ജോണ ഗോൾഡ് എന്നാണ് ഇതിന് പേര് എഴുതിയേക്കണേ. എംപയർ എന്ന് പറഞ്ഞ ഒരു ആപ്പിളാണ്. ഇതിന് ഒരു തരം പിങ്ക് കളറാണ്. കണ്ടോ? പിങ്ക് കളർ. ഈ സ്ഥലം നയാഗ്രയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ബാർലറ്റ്. ഇത് ബാർലറ്റ് എന്ന് പേരുള്ള ഒരു തരം പെയറാണ്. കണ്ടോ? അയ്യോ, പെയർ തൊട്ടപ്പോഴേക്കും പോന്നു. കഴിച്ചു നോക്ക്. ആപ്പിൾ പിക്ക് ചെയ്ത് ഒരുപാട് ആപ്പിളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. 1-2 പെയറും ഇതുപോലെ തന്നെ എൻ്റെ കയ്യിലുണ്ട്. ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ആപ്പിളുകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് ഫീസ് അടയ്ക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഓരോ ബാസ്ക്കറ്റുകൾ തരുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് 20 വെറൈറ്റീസ് ഓഫ് ആപ്പിൾസ്. ഇവിടെ 20 വെറൈറ്റി ആപ്പിൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ കഴിച്ച് വെക്കുന്നത്. നിറച്ച് ശേഖരിച്ച് വെക്കുന്ന വലിയ വലിയ ബാസ്ക്കറ്റിൽ മറ്റൊക്കെ ആയിട്ട്. ഇനി നമ്മൾ അടുത്ത പിക്കിങ്ങിന് പോവാണ് ഇവിടെ തന്നെ.